ചുരുങ്ങിയത് ഒരാഴ്ചയിൽ ഒരു 2000-2500 രൂപയെങ്കിലും സ്ത്രീകൾക്ക് വരുമാനം ലഭിക്കുന്ന തരത്തിൽ നമുക്ക് അതിനെ വികസിപ്പിക്കേണ്ടതുണ്ട്. 25 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതിൽ അഭ്യസ്ത വിദ്യരല്ലാത്ത സ്ത്രീകളുണ്ടാവും, അതിൽ സാങ്കേതിക നൈപുണ്യം നേടാത്ത സ്ത്രീകളും വിദ്യാഭ്യാസ കുറവുള്ള ആളുകളും വീട്ടമ്മമാരും ഒക്കെ അതിനകത്തുണ്ടാവും. നമുക്ക് ആ സ്ത്രീകളെ നമുക്ക് വലിയ വലിയ കമ്പനികള്, പ്രൊഡക്ഷൻ ഹൗസുകളെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ യഥാർത്ഥ അടിത്തറ സാമ്പത്തിക സ്വയം പര്യാപ്തതയാണെന്ന പ്രഖ്യാപനവുമായി പൊന്നാനി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KP നൌഷാദ് അലി. കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതാകരുത് സ്ത്രീ മുന്നേറ്റമെന്നും, മറിച്ച് ഓരോ സ്ത്രീക്കും സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള സാഹചര്യം ഒരുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് 25 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക തൊഴിൽ പദ്ധതികൾക്കാണ് അദ്ദേഹം രൂപം നൽകുന്നത്. വിദ്യാഭ്യാസം കുറഞ്ഞവർ, സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവർ, വീട്ടമ്മമാർ എന്നിവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി പ്രമുഖ കമ്പനികളുമായും ഉൽപാദനശാലകളുമായും അവരെ ബന്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് നൌഷാദ് അലി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണം എന്നൊരു ആശയം നമ്മൾ വ്യാപകമായി കേൾക്കാറുണ്ട്. എൻ്റെ മനസ്സിലെ സ്ത്രീ ശാക്തീകരണം, അതിൻ്റെ ആദ്യ ബാലപാഠം അല്ലെങ്കിൽ അതിന് ആണിക്കല്ലും മൂലക്കല്ലും എന്നത് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തു ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഈ സ്ത്രീ എന്ന പരിഗണനയിൽ ഒരു 60 വയസ്സിനും ഒരു 30 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ഒരു 25 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതിൽ അഭ്യസ്ത വിദ്യരല്ലാത്ത സ്ത്രീകളുണ്ടാവും, അതിൽ സാങ്കേതിക നൈപുണ്യം നേടാത്ത സ്ത്രീകളും വിദ്യാഭ്യാസ കുറവുള്ള ആളുകളും വീട്ടമ്മമാരും ഒക്കെ അതിനകത്തുണ്ടാവും. നമുക്ക് ആ സ്ത്രീകളെ നമുക്ക് വലിയ വലിയ കമ്പനികള്, പ്രൊഡക്ഷൻ ഹൗസുകളെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. ഈ ബൈബാക്ക് സ്കീമിൽ പലതരത്തിലുള്ള സാമഗ്രികളുടെ അസംബ്ലിങ്ങും അതിൻ്റെ വർക്കുകളൊക്കെ ഇത്തരത്തിലുള്ള കുടിൽ വ്യവസായങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വാശ്രയ സഹകരണ സംഘങ്ങൾക്കുമൊക്കെ കൈമാറാൻ തയ്യാറുള്ള ഒരുപാട് കോർപ്പറേറ്റുകളും ഒരുപാട് മാനുഫാക്ചറേഴ്സും നമ്മുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പരിചയമുള്ള ചിലരെങ്കിലും അതിനകത്തുണ്ട് എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അത്തരം ആളുകളെ ഇവിടുത്തെ സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധിപ്പിച്ചു കൊടുക്കണം. ആ കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സോ ഉൽപാദകരോ ഈ സ്ത്രീകൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ആ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ചില സബ് വർക്കുകൾ, ഉപജോലികളൊക്കെ സ്ത്രീകളെ ഏൽപ്പിക്കുകയും അത് അവരിൽ നിന്ന് സാമഗ്രികൾ നൽകി പണി പൂർത്തിയാക്കി തിരിച്ചെടുക്കുകയും ചെയ്യും. അതിന് ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയിൽ ഒരു 2000-2500 രൂപയെങ്കിലും സ്ത്രീകൾക്ക് വരുമാനം ലഭിക്കുന്ന തരത്തിൽ നമുക്ക് അതിനെ വികസിപ്പിക്കേണ്ടതുണ്ട്. അത്തരം സ്വയം സഹായ സംഘങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ ഉടനീളം രൂപം കൊടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ സാമാജികനായി വരുന്ന പക്ഷം എനിക്ക് സ്ത്രീകളെ കുറിച്ചുള്ള ലക്ഷ്യവും കാഴ്ചപ്പാടും. അതിനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം. ഇവിടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയുള്ളൊരു സ്ത്രീ സമൂഹം അതിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം.